അങ്ങനെ ഒരു ജീവാത്മ പരമാത്മ ഐക്യത്തിലൂടെ ആനന്ദം അനുഭവിക്കുകയും ചെയ്യുക എന്നുള്ളത് ഈ യോഗയുടെ ഒരു ലക്ഷ്യമാണ്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടും പ്രകൃതി തന്നെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം, അതുപോലെ കുടിവെള്ളക്ഷാമം, ഭക്ഷ്യ പ്രതിസന്ധി, ആഗോളതാപനം തുടങ്ങിയ ഒട്ടേറെ പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യരും അവരുടെ വ്യക്തിപരമായ സ്വാർത്ഥപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നെട്ടോട്ടമിടുകയാണ്. എനിക്കെന്ത് കിട്ടും എന്ന ചോദ്യമാണ് പലരും ഓരോ വിഷയങ്ങളെ സമീപിക്കുമ്പോഴും ചോദിക്കുന്നത്. വ്യക്തിപരമായ സ്വാർത്ഥപരമായ ഇടുങ്ങിയ ചിന്തകളിലേക്ക് ഓരോരുത്തരും ഇന്ന് ഒതുങ്ങിക്കൂടുന്നതിലാണ് താല്പര്യം. വിശാലമായി രാഷ്ട്രത്തെയും ജനസമൂഹത്തെയും പ്രകൃതിയെയും ചുറ്റുപാടിനെയുമെല്ലാം നോക്കിക്കാണാൻ അവർക്ക് കഴിയുന്നില്ല. അതിൻ്റെ കാരണം മാനസികമായിട്ടുള്ള വ്യവഹാരങ്ങളിൽ അവരിടപെട്ട് വിഷയസുഖങ്ങളും ഇന്ദ്രിയ സുഖങ്ങളുമെല്ലാം ആണ് വലുത് എന്ന് കരുതി അതിൻ്റെ പിന്നാലെ ഇന്ന് പരക്കം പാച്ചിലാണ്. ഈ ഇന്ദ്രിയ സുഖത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ പരക്കം പാച്ചിലിൽ, ആക്രാന്തത്തോടു കൂടിയിട്ടുള്ള അവരുടെ ത്വരയിൽ, നെട്ടോട്ടത്തിൽ ഓരോരുത്തരും അവരുടെ വ്യക്തിപരമായ വികാസം നഷ്ടപ്പെട്ട് എല്ലാവരും അവരവരുടേതായിട്ടുള്ള ഇടങ്ങളിലേക്ക് ചുരുങ്ങുകയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ പ്രകൃതിയെല്ലാം നോക്കിക്കാണാൻ, എല്ലായിടത്തും തിങ്ങി നിറഞ്ഞു തോന്നി നിൽക്കുന്ന ചൈതന്യം ഒന്നു തന്നെയാണ് എന്ന സത്യബോധത്തിലേക്ക് വരാനും അവർക്ക് കഴിയണം. അത് യോഗയിലൂടെ സാധിക്കും. മനസ്സിൻ്റെ അനിയന്ത്രിതമായ ഇളകിമറിയൽ എല്ലാം ഇല്ലാതായി മനസ്സിനെ പൂർണ്ണമായി കീഴടക്കിക്കൊണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ യോഗയിലൂടെ സാധിക്കും. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയുമെല്ലാം ഒരു പ്രത്യേക പരിശീലനത്തിലൂടെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് അതിനപ്പുറത്തേക്ക് കടക്കാൻ കഴിയും. പഞ്ചകോശ നിർമ്മിതമാണ് നമ്മളെന്ന് പറയാറുണ്ട്. അന്നമയകോശം, മനോമയകോശം, അതുപോലെ ഓരോ കോശങ്ങൾ ആനന്ദമയകോശത്തിലേക്ക്, ഉള്ളിൻ്റെ ഉള്ളിലേക്ക് വളരെ സൂക്ഷ്മമായി കടന്നിറങ്ങിച്ചെന്ന് ആ ലക്ഷ്യം നിറവേറ്റാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ എല്ലാ വ്യാപാരങ്ങളിൽ നിന്നും വ്യവഹാരങ്ങളിൽ നിന്നുമെല്ലാം മാറ്റി അല്പസമയം വളരെ നിശ്ചലമായി ആനന്ദമനുഭവിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ഈ വിശാലമായ നമ്മുടെ പ്രപഞ്ചത്തെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ട് യോഗ എന്ന് പറയുന്നത് കേവലം ഒരു ശാരീരികമായ വ്യായാമമല്ല. വ്യായാമവും യോഗയും തമ്മിലുള്ള വ്യത്യാസം, നമ്മൾ എന്ത് വ്യായാമം ചെയ്താലും ശരീരം ക്ഷീണിക്കും, വിയർക്കും, സർവ്വ ഊർജവും നമുക്ക് നഷ്ടപ്പെടും. പക്ഷേ യോഗ അതിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഊർജം സംഭരിക്കുകയാണ്, ക്ഷീണം അനുഭവിക്കില്ല. എല്ലാ വിധത്തിലുള്ള ഊർജം സംഭരിച്ച് നമുക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള പ്രേരണയും പ്രചോദനവും ലഭിക്കുക. അതുകൊണ്ട് കേവലം ശാരീരികമായ പ്രകടനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ കുറേ കൂടി ആഴങ്ങളിലേക്ക് കടന്ന് ഓരോരുത്തരും നല്ല സാധകരായി മാറണം. അത് യോഗാഭ്യാസം അതിലൊന്ന് മാത്രമാണ്. ജപം, ധ്യാനം,
അങ്ങനെ പല മാർഗങ്ങൾ ഇതിനോടൊപ്പമുണ്ട്. അതൊക്കെ പരിശീലിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കുമ്പോഴാണ് നമുക്ക് പൊതുപ്രവർത്തനം ഊർജ്ജസ്വലമായി, സത്യസന്ധമായി, ആത്മാർത്ഥമായി, വിജയകരമായി നമുക്ക് ചെയ്യാൻ സാധിക്കും.